Hello dear friends, my name is Sandeep Shadow and welcome to my channel. ഇന്ന് നമ്മൾ പതിപോലെ ലൈറ്റ്റൂമിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഫോട്ടോ നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, എന്നാലേ ഇതിൻ്റെ ശരിയായ ഒരു പ്രോസസ്സും ടെക്നിക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിന്ന് ലൈറ്റ്റൂമിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ബേസിക്കായിട്ട് ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല, ഫോട്ടോ എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ഫോട്ടോ ഏതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ഏതെല്ലാം, കളർ ഗ്രേഡിങ് ടൂൾ ഏതെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ലൈറ്റ്റൂം ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന ആദ്യത്തെ ഇൻ്റർഫേസ്. അപ്പോൾ അതിലേക്ക് പല രീതിയിൽ നമുക്ക് ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ പറയാം, മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക, അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ലൈറ്റ്റൂം കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഓപ്പൺ ആയിട്ട് കിട്ടും. ഒരേ ഫോട്ടോ മാത്രമേ കിട്ടൂ, കുറേ ഫോട്ടോ സെലക്ഷൻ വരില്ല. ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ഇമ്പോർട്ട് കൊടുത്ത ശേഷം ആ ഫോട്ടോ ലൈബ്രറിയിലായിരിക്കും വരൽ. ഓക്കെ, ലൈബ്രറിയിലാണ് ആ ഫോട്ടോ. നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം, ആ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം. ഇതൊരു മോഡൽ ഫോട്ടോഷൂട്ട് ചെയ്തതാണ്, സ്റ്റാൻഡേർഡ് ഷൂട്ടാണ്, കളർ കറക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെ കളർ കറക്ഷൻ ചെയ്തെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ലൈബ്രറി ഓപ്ഷനിൽ അധികം കളർ കറക്ഷൻ ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഡെവലപ്പ് ഓപ്ഷനിലേക്ക് പോകാം. ഇതാണ് ഡെവലപ്പ് ഓപ്ഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇത് ഡെവലപ്പ് ഓപ്ഷനിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഡെവലപ്പ് ഓപ്ഷനിൽ നമുക്ക് ഇപ്പോൾ സൈഡ് ബ്ലാങ്ക് കാണാം. അപ്പോൾ സൈഡ് ചെറിയൊരു ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കറക്ഷൻ കാര്യങ്ങളെല്ലാം വരും, എങ്ങനെ കറക്ഷൻ ചെയ്യണം ആ രീതിക്കുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതിൽ ആദ്യം ഉള്ളതാണ് ലൈറ്റ്റൂമിൽ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ, ടിന്ന്, എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോസ്, വൈറ്റ്, ബ്ലാക്ക്, അതേപോലെ തന്നെ പിക്ചറിൻ്റെ ക്ലാരിറ്റി, വൈബ്രൻസ്, സാച്ചുറേഷൻ ഇതെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ നോർമലി ഇപ്പോൾ ഈ പിക്ചറിൽ കുറച്ച് എക്സ്പോഷർ കൂടുതലുണ്ട്, അപ്പോൾ എക്സ്പോഷർ കുറച്ച് ഡൗൺ ചെയ്യുക. അതേപോലെ ഹൈലൈറ്റ് കുറച്ച് കുറക്കുക, ഷാഡോസ് ഒന്ന് കുറക്കുക, അതേപോലെ ബ്ലാക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്തായിട്ട് നിങ്ങൾക്ക് പിക്ചർ കിട്ടും, കുറച്ച് ഡെപ്ത്ത്. ഫസ്റ്റ് നമ്മൾ കറക്ഷൻ ചെയ്യേണ്ടത് എക്സ്പോഷറാണ്. എക്സ്പോഷർ സെറ്റായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാരിറ്റി കുറച്ചൊരു പൊടിക്ക് അങ്ങോട്ട് കൂട്ടാം. ഓക്കെ, അതിനുശേഷം ഇതിൽ നമ്മൾ ചെയ്യുന്നത് കളർ, അതായത് HSL കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് കളറാണ്. ഈസിയസ്റ്റ് വേയിൽ നമുക്ക് കളറിൽ കറക്ഷൻ ചെയ്യാം. അപ്പോൾ കളറിൽ ഞാൻ ഫസ്റ്റ് ഓറഞ്ച് സെലക്ട് ചെയ്തിട്ട് ആ ഫേസ് ഒന്ന് സൂം ചെയ്തല്ല, ഓറഞ്ച് നമുക്ക് കുറച്ച് കുറക്കാം. അതേപോലെ ഓറഞ്ചിൻ്റെ ലൂമിനൻസിറ്റി നമുക്ക് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ പിക്ചർ നിങ്ങൾക്കത് വൈറ്റായിട്ട് കിട്ടും. നോക്കി കഴിഞ്ഞാൽ കാണാം, വൈറ്റായിട്ട് കിട്ടും. സെയിം അതേപോലെ തന്നെ യെല്ലോസും അതേപോലെ സാച്ചുറേഷൻ ഞാൻ കുറച്ച് കുറക്കുന്നു യെല്ലോസിൻ്റെ. അതുപോലെ തന്നെ ലൂമിനൻസി കുറച്ച് കൂട്ടുന്നു. അപ്പോൾ പിക്ചർ വൈറ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ഏകദേശം എല്ലാവരും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിരുന്നു, അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. ഗ്രീനിൻ്റെ സാച്ചുറേഷൻ മൊത്തമായിട്ട് കുറക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസിയും കുറച്ച് ഡാർക്കാവും. അപ്പോൾ യെല്ലോസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പോൾ യെല്ലോസ് നമുക്ക് കുറച്ച് അതേപോലെ ഒന്ന് കുറക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. അപ്പോൾ ഈ സൈഡ് ഈ കാണുന്ന കളറാണ് എക്വ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ എക്വ എന്നൊരു ടാബ് ഉണ്ട്. ആ ടാബ് ക്ലിക്ക് ചെയ്യുക, എക്വൻ്റെ സാച്ചുറേഷൻ മൊത്തമായിട്ട് കുറക്കുക, ലൂമിനൻസ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ബ്ലൂസ് ബാക്കിയായിട്ടുണ്ട്, അപ്പോൾ അതേപോലെ ബ്ലൂ ഒന്ന് എടുക്കുക, ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ കുറച്ച് കുറക്കുക, അതേപോലെ തന്നെ ലൂമിനൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിക്ചർ നോർമലി ഇപ്പോൾ ഡീസാച്ചുറേറ്റ് കളറായി, വേറൊരു എഫക്റ്റിലേക്ക് വന്നു. ഇനി വേണ്ടത് സ്പ്ലിറ്റ് ടോണിങ്. അതിൽ ഹൈലൈറ്റിലേക്ക് നമ്മൾ നോർമലി ഒരു കളർ സെലക്ട് ചെയ്യുക, മുഖത്തിലേക്ക് ഏത് കളറാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. സെയിം കളർ തന്നെ ഇതിൻ്റെ ഷാഡോസ്, അതായത് ഈ ഷാഡോസ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഈ പിക്ചറിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കാണാം, മോശമില്ലാത്ത കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കാം നമുക്ക് പിക്ചർ. അപ്പോൾ ഒരു വേറെ ലെവലിലേക്ക് ഈ പിക്ചർ എത്തി. ഇനി ചെറിയൊരു എഫക്റ്റും കൂടി കൊടുക്കുക, അതായത് നമുക്ക് ജസ്റ്റായിട്ടൊന്ന് ഷാർപ്പൻ ചെയ്യുക, ലൈറ്റ് ഷാർപ്പൻ ചെയ്യുക, കുറച്ച് നോയ്സ് ലൈറ്റായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. ഷാർപ്പനിങ് ഓപ്ഷൻ വരുന്നുണ്ട്, ഡീറ്റെയിൽ എന്ന ഓപ്ഷനിലാണ് ആ ഓപ്ഷൻ വരുന്നത്.
അത് കഴിഞ്ഞാൽ എഫക്ട്സ് ഓപ്ഷനിൽ പോസ്റ്റ് ക്രോപ്പ് വിഗ്നെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ കുറച്ച് വിഗ്നെറ്റ് എഫക്റ്റ് നമുക്ക് കൊടുക്കാം. ഇതേപോലെ വിഗ്നെറ്റിംഗ് കൊടുക്കുക. അതിൻ്റെ മിഡ് ടോൺ ഒന്ന് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ റൗണ്ട്നെസ് ഒന്ന് നോക്കുക. ഓക്കെ, ഫെദർ ആ റൗണ്ടിൻ്റെ ഫെദറാണ്. പിന്നെ ഹൈലൈറ്റ്, അപ്പോൾ അതായത് ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ കുറച്ച് വിസിബിൾ ആണെങ്കിൽ ഹൈലൈറ്റ് ഒന്നിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഈ ഏരിയ വിസിബിൾ ആവും. അപ്പോൾ ഇതാണ് ആ പിക്ചർ. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കൂ. ഇപ്പോൾ ഈ ലെവലിലെ പിക്ചറിനെ നമ്മൾ ഈ ലെവലിലേക്കാക്കി. അപ്പോൾ അതാണ് ഈ ലൈറ്റ് റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റോ പ്രോസസ്സിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ ഇപ്പോൾ JPG ലാണെന്നുള്ളത്. സീ ദി റിസൾട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇത്രയും സിമ്പിളാണ് ലൈറ്റ് റൂമിൽ കളർ ഗ്രേഡിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങും. പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അത് സിമ്പിളാണോ ടഫാണോ, പിന്നെ ഏതെങ്കിലും എഡിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.